സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അവൾ അയൽക്കാരത്തികൾ നൊവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു. യൂത്ത് 4-17 വാക്യം. നൊവോമി തൻ്റെ ഭർത്താവിനെയും മക്കളുടെയും മരണത്താൽ കൈപ്പേറിയവളും തകർന്നവളുമായിരുന്നു. യൂത്ത് 1-21 പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവൾ നിരാശാജനകമായ സാഹചര്യങ്ങളിൽ നിന്ന് ബോബസ് അവളെ രക്ഷിച്ചു. അവളുടെ മരുമകളെ വിവാഹം കഴിച്ചു. അവൾക്കും നൊവോമിക്ക് ഒരു ഭവനം നൽകി. നൊവോമിക്ക് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. എന്നാൽ പിന്നീട് ദൈവം രൂത്തിനെയും ബോവാസിനെയും ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ നൊവോമിക്ക് ആശ്വാസപ്രദനും വാർദ്ധക്യത്തിൻ്റെ പോഷകനുമായ ഒരു മകനുണ്ടായിരിക്കുന്നു. അവൾക്ക് മതിയായിരുന്നു. ബേത്ലഹേമിലെ സ്ത്രീകൾ പറഞ്ഞ പോലെ നൊവോമിക്ക് ഒരു മകൻ ജനിച്ചു. അങ്ങനെ പിതാവായി സായയുടെ പിതാവായി ചെറിയ ഒബേദ് വളർന്നു. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശമായ ഇസ്രായേലിൻ്റെ രാജവംശത്തിൽപ്പെട്ടവരായിരുന്നു നൊവോമിയുടെ കുടുംബം. അത് മതിയാകുമായിരുന്നു. എന്നിരുന്നാലും ദാവീദേശിൻ്റെ പൂർവികനായി നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നാം നൊവോമിക്ക് സമാനമായ സ്ഥാനത്താണ്. അവൻ നമ്മെ വേണ്ടിയിരിക്കുന്നവരെ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ ആഗ്രഹിക്കാൻ നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ പിതാവിനാൽ ഇപ്പോൾ നാം പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ആവശ്യത്തേക്കാൾ വളരെ കൂടുതലാണ്. നിങ്ങൾ വിചാരത്തിൽ അപ്പുറമായി ദൈവം നിങ്ങളെ എപ്പോഴാണ് അനുഗ്രഹിച്ചത്? അവൻ ആവശ്യത്തേക്കാൾ മതിയാവുന്നതാണെന്ന് അവൻ നിങ്ങളെ എങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്? പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങൻ്റെ ആവശ്യത്തിനേക്കാൾ അധികം മതിയാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.